കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ അതിവിശുദ്ധമായ ഈ സമയം പൂർണ്ണമായി സർവശക്തനായ യേശു തമ്പുരാന്റെ മുൻപിലായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ അനുഗ്രഹിക്കാൻ, നാം പറയുന്നത് കേൾക്കുവാൻ, നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ അടുത്ത് ചാരെ ഇരിക്കുന്ന പരിശുദ്ധനായ ദൈവം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുനാഥനോട് അരുളി ചെയ്തതുപോലെ, നാഥ, ഞങ്ങളോടൊത്ത് വസിച്ചാലും, ലോർഡ് സ്റ്റേ വിത്ത് us. ഇന്ന് ഈ സന്ധ്യാനേരത്ത് നമുക്കും നമ്മുടെ അടുത്ത്, നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന യേശു തമ്പുരാനോട് ഇങ്ങനെ പറയാം: നാഥ, ഗുരുവേ, ഞങ്ങളോടൊത്ത് വസിച്ചാലും, ലോർഡ് സ്റ്റേ വിത്ത് us. നമ്മുടെ സന്നിധിയിൽ ആഗതനായിരിക്കുന്ന, നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന ലോകരക്ഷകനായ യേശു തമ്പുരാനെ
ആ ദൈവ സാന്നിധ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ ഗാനങ്ങളുടെ ഈരടികളോട് ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. യേശുതമ്പുരാൻ ഈ ലോകത്തോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഗുരുവിൻ്റെ ഹൃദയം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ ഗുരു ഇന്ന് ഈ ആരാധന സമയത്ത് നമ്മോട് തൻ്റെ വചനത്തിലൂടെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് നടന്ന ഒരു സംഭവത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു.
വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ആരാധന സമയത്ത് നമ്മുടെ സന്നിധിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ യേശു സാന്നിധ്യം അതാരാണ്? അതെന്താണ്? Who is he and what is he? അവൻ ആരാണ്? തൃത്വത്തിലെ രണ്ടാമത്തെ രക്ഷകനായ ദൈവപുത്രനായ ലോകരക്ഷകനായ ആ യേശുവിൻ്റെ വലിയ ശക്തിയെക്കുറിച്ച്, മനുഷ്യപുത്രനും ദൈവപുത്രനുമായ ലോകരക്ഷകനായ യേശുവിൻ്റെ വലിയ മഹത്വത്തെക്കുറിച്ച് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും പലതവണ യേശു ആരാണ്, യേശുവിൻ്റെ ശക്തി എന്താണ്, അവൻ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ റെലവൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. കാറ്റിനെയും കടലിനെയും ഈ ഭൂമിയിലെ എല്ലാ ദിക്കുകളെയും ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ ചലനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ലോകരക്ഷകനായ യേശു തമ്പുരാൻ. അവൻ ദൈവമാണ്. കുറെ കൂടി സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഏറ്റവും എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ കഴിവുള്ള ആ ദൈവസാന്നിധ്യം ഇതാ നമ്മുടെ മുമ്പിലായിരിക്കുന്നു.
കൊറോണ എന്ന മഹാമാരിയിൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഭയത്തോടെ നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത് ഏറ്റവും അരികിൽ അപകടം പതുങ്ങിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഈ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഇനിയും ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരമാണ് യേശു. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമാണ് യേശു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നുപോയി അതിനെല്ലാം ഒരു ഉത്തരം നൽകിയവനാണ് യേശു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെയോ പ്രശ്നത്തിൻ്റെയോ നടുവിലാണെങ്കിൽ അതിനൊരു ഉത്തരമുണ്ട്. If there is a problem, there is a solution. If there is a question, there is an answer. എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കണ്ടെത്തി തരാൻ കഴിയുന്ന, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിവുള്ള, പ്രപഞ്ചശക്തികളുടെയും എല്ലാ ദിക്കുകളുടെയും ഈ പ്രപഞ്ചത്തിലുള്ള സൂക്ഷ്മാണുക്കൾ മുതൽ ഏറ്റവും വലിയ ജീവിയുടെ മുകളിൽ വരെ ആധിപത്യമുള്ള സർവശക്തനായ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ യേശു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. Why you are afraid? Where is your faith? Don't be afraid. I am with you. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ തലമുടിയിലെ ഒരു മുടി നാരുഴ പോലും അവനറിയാതെ കൊഴിയപ്പെടുകയില്ല എന്നും, എന്തു ഭക്ഷിക്കുമെന്നോ എന്തു പാനം ചെയ്യുമോ എന്നതിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട എന്നും, പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നാം എന്നും ഒക്കെ നമ്മളോട് അരുളി ചെയ്ത ആ സർവശക്തൻ ഇതാ നമ്മുടെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കുന്നു. പണമോ ജീവിത സൗകര്യങ്ങളോ നമ്മുടെ പദ്ധതികളോ നാളെക്കുറിച്ചുള്ള നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങളോ ഒന്നുമല്ല. യേശു സാന്നിധ്യമാണ്, ദൈവ സാന്നിധ്യമാണ്, ദൈവാശ്രയ ബോധമാണ്, എളിമയോടും താഴ്മയോടുമുള്ള ജീവിതമാണ് മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സർവ്വതും അവനിൽ സമർപ്പിച്ച് നമ്മുടെ മുമ്പിലായിരിക്കുന്ന ആ ദൈവത്തെ വന്ദിച്ച് നമുക്ക് ഈ ഗാനത്തിലൂടെ ഒരുമയോടെ എല്ലാവർക്കും അറിയുന്ന ഈ പാട്ടിലൂടെ ആ നാഥനെ ആരാധിച്ച വന്ദിച്ച് മഹത്വപ്പെടുത്താം. നീനക്കെന്നും വന്ദനം ചെയ്യുന്നു നിന്നടി
ചെയ്യുന്നു നിന്നടിയാതീരും നാമത്തിനാദരവാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാ. തന്നതിന്നുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. തന്നതിന്നുന്നതമാ കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ. പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയാ. സംഗീതോ അംഗീരാമി സദനം. സംഗീതോ അംഗീരാമി സദനം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കരുളാം. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴും കരുളാം. നിനക്കെന്നും വന്ദനമീശുവരാ. വന്ദനമീശുവരാ. നിനക്കെന്നും വന്ദനമീശുവരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരുനാമത്തിനാദരവാ. സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായം 8-ാം വാക്യം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. കണ്ണിലെ കൃഷ്ണമണിയെ കൺപോളകൾ സംരക്ഷിക്കുന്നത് പോലെ, പരുന്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ, ദൈവമേ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വലിയ ഭീഷണിയിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, സാമ്പത്തിക ക്ലേശത്തിൽ നിന്ന്, മാനസിക പ്രതിസന്ധിയിൽ നിന്നൊക്കെയും എന്നെ സംരക്ഷിച്ച് എനിക്ക് വിടുതൽ നൽകണമേ. എനിക്കൊരു ഉത്തരം നൽകണമേ. എനിക്കൊരു വഴി കാട്ടിത്തരണമേ. എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ യേശുവേ, ഒരു പുതിയ വഴി എനിക്കായി അവിടുന്ന് കാട്ടിത്തരണമേ. ആ പുതിയ വഴിയിലൂടെ നടക്കുവാൻ എൻ്റെ കാലുകൾക്ക് അവിടുത്തെ വചനമയച്ച് ശക്തി പകരണമേ.
കുറവുകളും പോരായ്മകളും എനിക്കുണ്ട്, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട് നാഥ. ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലയോ? Why don't you listen that? എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. Let us cry out to Jesus. Let us cry out. Let us reach out to him. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാം, അവനിലേക്ക് നോക്കാം, അവന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് വേണ്ടിയും ലോകം മുഴുവൻ വേണ്ടിയും കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ നിയോഗങ്ങൾ നമുക്കുണ്ട്, ഓരോ പ്രതിസന്ധികളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, വൈദികരെക്കുറിച്ച്, സന്യസ്തരെക്കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, അങ്ങനെ വ്യത്യസ്തമായ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് കർത്താവിൻ്റെ അടുത്തിരുന്നതെല്ലാം പറയാം. അവനെ വിളിച്ചുണർത്തി അവൻ്റെ കാതിൽ അതെല്ലാം ചൊല്ലിക്കൊടുക്കാം. നാഥ ഗുരുവേ, ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. നീ എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നോടൊത്ത് വസിച്ചാലും, അവിടുന്ന് ശക്തി പകർന്നാലും, എന്നെ സംരക്ഷിച്ചാലും, കണ്ണിലെ കൃഷ്ണമണി പോലെ, കൺപോളകളാൽ സംരക്ഷിക്കപ്പെടുന്നത് പോലെ എന്നെ അവിടുന്ന് സംരക്ഷിക്കണമേ, വഴികാട്ടി തരണമേ. മുൻപോട്ട് പുതിയ വഴി വിട്ടു തുറന്ന് ജീവിക്കാൻ ഉള്ള കരുത്തും ശക്തിയും എനിക്ക് നൽകണമേ. നാഥ, അവിടുത്തെ വലിയ ശക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. നാമത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്രത്തോളം തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. അഹങ്കാരം വെടിഞ്ഞ് വിനയത്തിൽ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പുതിയ വഴി രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് നിന്റെ വചനത്താൽ ശക്തി പ്രാപിച്ച് അവിടുത്തെ നാമത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവമേ സഹായിക്കണമേ. കരം നീട്ടണമേ. അവിടുന്ന് എഴുന്നള്ളി വന്നതിനെ ഓർത്ത് സ്തോത്രം. അവിടുന്ന് കൂടെ ഇരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. അവിടുന്ന് ധൈര്യം നൽകുന്നതിനെ ഓർത്ത് സ്തോത്രം. അവിടുന്ന് പുതിയ വെളിച്ചം തരുന്നതിനെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, തന്ന കൃപകളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെയും, ഓരോ വ്യക്തിയെയും, ആ ഭവനങ്ങളിലുള്ള മുഴുവൻ ആളുകളെയും, ഓരോ വ്യക്തികളുടെ നിയോഗങ്ങളെയും, വിശിഷ്യാൽ ഈ ആരാധനയിൽ പ്രത്യേക നിയോഗം സമർപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ സമയം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഏതെങ്കിലും ഒരു നിയോഗം ഇപ്പോൾ നമ്മുടെ സന്നിധിയിൽ, നമ്മുടെ ചാരെ അടുത്ത്, നമ്മുടെ സന്നിധിയിൽ നമ്മെ നോക്കി ഇരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരു നിയോഗം നമുക്ക് സമർപ്പിക്കാം. യേശുവേ, നാഥ ഗുരുവേ, അവിടുന്ന് ശ്രവിച്ചാലും അനുഗ്രഹിച്ചാലും കരുണ തോന്നിയാലും ശക്തി നൽകിയാലും സുഖപ്പെടുത്തിയാലും ബുദ്ധി നൽകിയാലും വിവേകം നൽകിയാലും ആത്മാവിന്റെ ഫലങ്ങളാലും ദാനങ്ങളാലും അനുഗ്രഹിച്ചാലും വിശുദ്ധീകരിച്ചാലും ക്ഷമിച്ചാലും മാപ്പ് നൽകിയാലും യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്തുതി. യേശുവേ നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ, കടന്നു വരണമേ, കരം നീട്ടണമേ. പ്രതിസന്ധികളെ അവിടുന്ന് തരണം ചെയ്ത് മുമ്പോട്ട് ജീവിപ്പാൻ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ വലിയ ഇഷ്ടം ഈ ഭൂമിയിൽ സ്വജീവനെ തന്നെ അർപ്പിച്ച് ലോകം മുഴുവന് രക്ഷ നൽകുവാൻ സ്വയം അവിടുന്ന് വിട്ടുകൊടുത്തതുപോലെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ
എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമഹത്വത്തിന് ചേർന്നുകൊണ്ട് ജീവിപ്പാൻ അടിയനെ സഹായിക്കണമേ. അടിയനെ ബലപ്പെടുത്തണമേ. അടിയന് വലിയ കൃപ നൽകണമേ. കൃപയ്ക്കുമേൽ കൃപ അവിടുന്ന് ഒഴുക്കണമേ. മഴയായി, അനുഗ്രഹമായി, ശക്തിയായി, വെളിച്ചമായി പെയ്തിറങ്ങണമേ. നന്ദി പറഞ്ഞ് നമുക്ക് ഈ ഗാനത്തിലൂടെ, ഈ ആരാധനയിൽ, ഈ അവസാന നിമിഷങ്ങളിൽ ഈ പാട്ടുപാടി യേശുവേ, യേശുവേ അവിടുത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കും. സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക്
എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തന്റെ രക്തം കലർത്ത് ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്ത സ്വർഗീയപ്പമായ തനിക്ക് സ്തുതി. വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ആരാധനയും അങ്ങേക്ക് സമർപ്പിക്കും. ഈറേന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട അതിന്റെ വാത്സല്യപുത്രന്റെ മുൻപാകെയും തന്റെ ആവസ്യപ്പാൽ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധ റൂഹായുടെ മുൻപാകെയും ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെ കുറ്റം മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മരിച്ചവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ജീവാഹാരം ഞാൻ തന്നെ നാഥൻ താൻ ചൊല്ലി ഉയരെ നിന്നാൽ ഞാൻ വന്നു രക്ഷിപ്പാൻ ലോകം അയച്ചു താനും വചനമാകുന്നേ കർഷകനെ പോൽ ഗർഭീരെ വിതച്ചു സൽഭൂമറിയം ഗർഭീരം റൂഹായ ജാതയാം ദുരന്മാരവർ ചെയ്യുമ്പോൾ ആചാര്യർ കൈകളിൽ ഹല്ലേലൂയ ഘോഷിക്കും നിന്നെ. വെടിപ്പുള്ള ആത്മാക്കളുടെ മണവാളനും തന്റെ സുഗന്ധവാസനയാൽ മണവാട്ടിയായ വിശുദ്ധ സഭയ്ക്ക് സ്നേഹത്തെ സമർപ്പിച്ച ഭംഗിയുള്ള പരിനീർ പുഷ്പവുമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദൈവിക സ്നേഹത്താൽ കത്തിച്ചൊലിക്കുവാൻ തക്കവണ്ണം ഇമ്പമുള്ളതും വിസ്മയനീയവുമായ നിന്റെ തിരുരക്തത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ. ഘോഷോ വബുല സുബാലവൽമിൻ. കർത്താവിന്റെ വലിയ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ സമർപ്പിച്ച വ്യക്തിപരമായ ആ നിയോഗം അതിപ്പോൾ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനായി സംരക്ഷണത്തിനായി ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ മറച്ചുകൊള്ളണമേ, സൂക്ഷിക്കണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
ഭൂവാ